ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു fezuskitchen. നമുക്കിന്ന് ഫേമസ് ആയിട്ടുള്ള അറേബ്യൻ ചിക്കൻ ഹരീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മട്ടനിലും ചിക്കനിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിനായി 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. പിന്നെ 1 കപ്പ് ഗോതമ്പ് വേണം, 250 ഗ്രാം. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ 1 പീസ് പട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 മീഡിയം സൈസ് വലിയുള്ളി, ഗാർണിഷിന് വേണ്ടി ഒരല്പം ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരല്പം ബട്ടർ വേണം, പിന്നെ 2 ലിറ്റർ വെള്ളവും കൂടി വേണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് ചിക്കനാണ് വേവിച്ചെടുക്കേണ്ടത്. വലിയുള്ളി, 1 പീസ് പട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ലിറ്റർ വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ 1 മണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആ ചിക്കനും ഉള്ളിയും പട്ടയൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഈ ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയും പട്ടയൊന്നും നമുക്കിനി ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ ചിക്കനിൽ നിന്ന് ഈ എല്ലൊന്ന് എടുത്ത് മാറ്റണം. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്കിതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഇറച്ചിയും അതുപോലെ എല്ലൊന്ന് വേർതിരിച്ച് മാറ്റാൻ പറ്റും. ഇത് ചൂടുണ്ടായത് കൊണ്ടാണ് ഞാനിതുപോലെ ഫോർക്ക് വെച്ചിട്ട് ചെയ്യുന്നത്. ചിക്കനൊക്കെ കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ചെറുതായി ഷ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ സ്റ്റോക്കിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് രണ്ടും ചെറിയ തീയിൽ 2 മണിക്കൂർ വീണ്ടും വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോകും, ഗോതമ്പ് വെന്ത് കിട്ടുകയുമില്ല. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് 2 മണിക്കൂർ വേവിക്കാം. അപ്പോൾ നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ പകുതി വറ്റി ആ ഗോതമ്പൊക്കെ ഒന്ന് ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വീണ്ടും 1 മണിക്കൂർ കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി അങ്ങോട്ട് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, വെള്ളമൊക്കെ വറ്റി അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ നമുക്കിനി ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മണിക്കൂർ നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ആ ഗോതമ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഗോതമ്പൊക്കെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു സ്മാഷറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലെ ഉപ്പൊക്കെ ഒന്ന് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഹരീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് വേവാനായിട്ട് വേണമെങ്കിൽ കുക്കറിൽ വെക്കാം. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് ഇതുപോലെ കൂടുതൽ സമയമെടുത്ത് വേവിച്ചെടുക്കുമ്പോഴാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി ഇതിന് മുകളിൽ മെൽറ്റ് ചെയ്ത ബട്ടർ കൂടി ആക്കി കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നമുക്കിതുപോലെ യൂസ് ചെയ്യാം. പിന്നെ ഗാർണിഷിന് വേണ്ടി ഒരല്പം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹരീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.
അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.